ഹായ് ഓൾ, വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, അതുപോലെ കാണാനും നല്ല ഭംഗിയുള്ളൊരു കേക്കാണ് ചോക്ലേറ്റ് ഓവർലോഡ് കേക്ക്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു കേക്ക് ഞാൻ ടോൾ കേക്കായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 6 ലെയർ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനിട്ട് അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 തവണ നമുക്ക് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. മിക്സിയുടെ ജാറ് നല്ല ക്ലീൻ ആയിരിക്കണം, എന്നാൽ മാത്രമേ മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടുള്ളൂ. മിക്സിയുടെ ജാറിൽ നമ്മൾ മുട്ടയൊക്കെ അടിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതുണ്ട്, മുട്ട തന്നെ ഇത്രയും പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ഇത്രയും പതഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ലോ സ്പീഡിൽ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി. നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. ഞാൻ എപ്പോഴും ഇതുപോലത്തെ വിസ്ക് യൂസ് ചെയ്തിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡും അതുപോലെ ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിലും ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു കേക്കും കൂടി ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ടോട്ടൽ 6 ലെയർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 കേക്കും ഇവിടെ ബേക്കായി വന്നു. തണുത്ത് വന്നതിന് ശേഷം ഞാനിവിടെ 6 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ഡ്രിപ്പ് ചെയ്യാനും അതുപോലെ ലെയറിൽ കൊടുക്കാനും ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്കും എല്ലാം കൂടി ഞാൻ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിരിക്കുന്നത് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/2 കപ്പ് നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കാര്യത്തിനും കൂടി 1 കപ്പ് ചോക്ലേറ്റ് മതിയാവും. കുറച്ച് ബാലൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേക്കിനെ ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ചേർത്തപ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് ലൂസായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിക്കായി കേട്ടോ. ഐസിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പുതിയ ഫ്രിഡ്ജ്, അപ്പോൾ നല്ല കൂളിങ്ങും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ട് തിക്കായിട്ട് ഐസിങ് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആദ്യത്തെ ലെയറിൽ ക്രീം സ്പ്രെഡ് ചെയ്യാം. കണ്ടോ, ക്രീം നല്ല തിക്കാണ്, അതുകൊണ്ട് നന്നായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും കേക്കൊക്കെ മുഴുവൻ ഐസിങ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലൂസായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് തിക്കായി. പിന്നെ ഇതുപോലെ ഹോൾസും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ സ്പ്രെഡ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അത് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ആക്കി കൊടുക്കാം. ക്രീമിന് മുകളിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷ്. അങ്ങനെ നമുക്ക് 6 ലെയറും റെഡിയാക്കാം. അങ്ങനെ നമ്മൾ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. കേക്കിന് മുകളിലും മുഴുവനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ സൈഡിലൊക്കെ ഡ്രിപ്പും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിന് മുകളിൽ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ കേക്കിന് മുകളിൽ വെച്ച് കൊടുക്കാനുള്ള ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇത് മുഴുവനൊന്നും ഞാൻ വെച്ച് കൊടുക്കുന്നില്ല. കേക്കിന് മുകളിലെ സ്പേസ് അനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ജംസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഡയറി മിൽക്കിൻ്റെ ഷോർട്ട്സ്, ഡയറി മിൽക്ക്, പിന്നെ ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് ചെറിയ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കേക്കിന് മുകളിൽ സ്പേസ് പോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ കേക്കിൽ മുഴുവനും ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ജെംസും ഡയറി മിൽക്കിൻ്റെ ഷോർട്ട്സും കൂടിയാണ് കേട്ടോ കേക്കിൻ്റെ അടിഭാഗത്ത് ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ നോസിൽ വെച്ചിട്ട് എന്തെങ്കിലും വരയ്ക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ജെംസ് നല്ല കളർഫുൾ ആയതുകൊണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സൈഡിലൊക്കെ കുറച്ച് കിറ്റ്കാറ്റിൻ്റെ സ്റ്റിക്കും അതിന് മുകളിൽ ഷോർട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിന് മുകളിലായിട്ട് ക്യാൻഡിമാൻ്റെ 2-3 വേഫർ സ്റ്റിക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കിന് മുകളിലും ജെംസ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷായി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് 1 kgക്ക് 1000 രൂപയാണ് വില വരുന്നത്. നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.